അപ്പോൾ ഇത് രണ്ടിൽ നിന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ മാക്സിമം ഒരു 2 ക്വസ്റ്റ്യൻസ് വരെയാണ് ഇതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സില്ലോജിസം ആണ്. ഇവിടെ QR-UV-J-LM-TU-X-Y IJ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സീരീസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കാം. ഇതാദ്യം വെസ്റ്റിലേക്കാണ് ഈ ഒരു ബസ് പോകുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ATC എക്സാമിനേഷൻ, എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ എന്താണ്, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിൻ്റെ സിലബസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. സോ എക്സാമിൻ്റെ സിലബസിൽ വളരെയധികം പ്രാധാന്യം വരുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ നമ്മുടെ സിലബസ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ATC എക്സാമിനേഷൻ നടക്കുന്നത്. അതിലൊന്ന് ടെക്നിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ കോർ പേപ്പേഴ്സും അടുത്തത് നോൺ കോർ പേപ്പേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഈ പാർട്ട് എയിലുള്ള നോൺ കോർ പേപ്പേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് മാത്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആ രീതിയിലുള്ള മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും GKയും ഒക്കെ വരുന്നത്. സോ അതിൽ 15 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് കൊടുത്തിരിക്കുന്നത്. സോ 15 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആകെ 15 മാർക്കല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇതിന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അല്ലേ. അപ്പോൾ മാത്സിനും റീസണിങ്ങിനും ഒരേ വെയിറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ മാർക്ക്, അതായത് ഇപ്പം കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കോർ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോഴോ മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ചോദ്യത്തിൽ നിന്നും 1 മാർക്കാണ്. അപ്പോൾ ഇതിൽ സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ 120 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 120 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം? നിങ്ങളുടെ കോർ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതായിരിക്കുമോ, അതോ നമ്മുടെ ഈസി ആയിട്ടുള്ള ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇതുപോലെയുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കും ഈസി? എപ്പോഴും നമുക്ക് മാർക്ക് കൂടുതൽ വേണം, പക്ഷേ കുറച്ച് സമയമാണ് അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ കോർ പേപ്പേഴ്സിൻ്റെ അതേ വെയിറ്റേജ് ആണ് മറ്റുള്ള പേപ്പറിന് വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മാർക്ക് ഈസി ആയിട്ട് ലഭിക്കാനുള്ളൊരു ചാൻസ് പാർട്ട് എയിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിട്ട് കളയരുത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ 4 സബ്ജക്റ്റുകളും, പാർട്ട് എയിൽ വരുന്ന 4 സബ്ജക്റ്റുകളും നല്ല ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് ഏകദേശം 15 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, 15 ചോദ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാനിവിടെ തരുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏകദേശം എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും കൂടെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സോ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ കുറേ ആൾക്കാർ ഒരു നിരയായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കിളായിട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനകത്ത് അവർ ഇരിക്കുന്നതനുസരിച്ച് ഒരാളുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ആരാണ്, അല്ലെങ്കിൽ മേ ബി ഒരാളുടെ എതിർവശത്ത് ഡയഗണലി ഇരിക്കുന്ന ആൾ ആരാണ് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വരിക. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ATCയിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഒന്ന് ലീനിയറും അടുത്തത് സർക്കുലറും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൽ നിന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ മാക്സിമം ഒരു 2 ക്വസ്റ്റ്യൻസ് വരെയാണ് ഇതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സില്ലോജിസം ആണ്. അപ്പോൾ സില്ലോജിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഓൾ ASB, ഓൾ BSc എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ സില്ലോജിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ആണ് സില്ലോജിസമിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. അടുത്തത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. മിനിമം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്ലഡ് റിലേഷൻഷിപ്പിൽ നിന്നും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം
A is the son of B, B is the daughter of C, ആ ഒരു രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ പോയിൻറ്റിങ് a person is talking to another person, A is the son of B. അപ്പോൾ ഒരാളെ പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻ അടിസ്ഥാനമാക്കിയിട്ടും ഒക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 മാർക്ക് വരെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇനി അടുത്തത് നമ്മുടെ പസിൽസ് ആണ്. സോ പസിൽസ് തന്നെ പലതരത്തിൽ വരാം അല്ലേ. ഇപ്പോൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പസിൽസ് ആയിട്ട് കൂട്ടാം. ഇനി അതല്ലാതെ ലോജിക്കൽ പസിൽസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് മാക്സിമം 2 മാർക്ക് വരെയാണ് ചോദ്യങ്ങൾ ഇതിൽ നിന്നും കിട്ടുന്നത്. 1-2 മാർക്കിൻ്റെ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഇനീക്വാലിറ്റീസ് ആണ്. അപ്പോൾ ഇനീക്വാലിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനും ഒത്തിരി വലിയ വെയിറ്റേജ് ഇല്ല, 1-2 മാർക്ക് ആണ് ഇതിനും നമുക്ക് വെയിറ്റേജ് വരുന്നുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടും കോഡിങ് ആൻഡ് ഡീകോഡിങ്ങും ആണ്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതിലേക്ക് നിങ്ങളൊരു പ്രത്യേക ഇൻപുട്ട് കൊടുക്കുമ്പോൾ ചില പ്രോസസ്സുകൾ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം 1 2 3 4 എന്ന് കൊടുത്താൽ അത് 1ഉം 2ഉം മാറ്റി 2ഉം 1 ആക്കി പിന്നെ 3 4 ആക്കി തിരിച്ചു തരും. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരിക്കും നമ്മുടെ അതുപോലത്തെ ഓപ്പറേഷൻസ് ആയിരിക്കും നടക്കുക. ഇതിനെയാണ് നമ്മൾ മെഷീൻ ഇൻപുട്ട് എന്നോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിനും ഒത്തിരി വെയിറ്റേജ് ഇല്ല. ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമുക്ക് പറയാം. എല്ലാ തവണയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാനിതിന് സ്റ്റാർ ചെയ്യുകയാണ്. ഇനി അടുത്തത് കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ആണ്. സോ കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ഒക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മിനിമം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ഡേറ്റ സഫീഷ്യൻസി ആണ്. എന്താണ് അപ്പോൾ ഡേറ്റ സഫീഷ്യൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്നതിനെയാണ് ഡേറ്റ സഫിഷ്യൻസി. അപ്പോൾ മിനിമം 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തായാലും ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു നിരയിൽ ഇങ്ങനെ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ ഒരാളുടെ റാങ്ക് ടോപ്പിൽ നിന്ന് എത്രയാണെങ്കിൽ അല്ലെങ്കിൽ ബോട്ടമിൽ നിന്ന് എത്രയാണെങ്കിൽ അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ വരിക. അപ്പോൾ അതിൽ നിന്നും മിനിമം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ സീരീസ് ആണ്. അപ്പോൾ അതിൽ ആൽഫബറ്റ് സീരീസ് ഉണ്ട്, ലെറ്റർ സീരീസ് ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്. അപ്പോൾ സീരീസിൽ നിന്നും മിനിമം ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഒരാൾ 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി, പിന്നെ റൈറ്റ് എടുത്ത് 5 കിലോമീറ്റർ പോയി. ഇപ്പോൾ അയാളുടെ ആദ്യത്തെ സ്ഥാനത്ത് നിന്നും എവിടെയാണ് നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൽ മിനിമം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷനിൽ നിന്നും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്. അതിൽ നമ്മൾ ഫിഗർ സീരീസും അതുപോലെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ സീരീസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്തും മിനിമം ഒരു 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സിലബസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ സാധാരണ വരിക. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ടോപ്പിക്സ് മിസ്സാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ വീഡിയോസ് നമുക്ക് വേറെ ചെയ്യാം. ഓക്കെ. മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. A certain number of people are sitting in a row facing north. Only 3 persons sit between R and Q. Only 2 persons sit between P and R. T sit fourth to the right of R. If no other person is sitting in the row, what is the total number of persons seated? അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് അല്ലേ. സോ ഇത് ഏതാണ്? ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇതായിരുന്നു നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യത്തിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ ഒരു റോയിൽ എത്ര പേരിയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം അവരെല്ലാവരും നോർത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എത്രയോ ആൾക്കാർ ഇരിക്കുന്നു, അവരെല്ലാവരും നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ അവരുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ ലെഫ്റ്റും റൈറ്റിനും തുല്യമാണ്. ഓക്കെ. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓൺലി 3 persons sit between R and Q. ആറിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിൽ ആകെ 3 പേരാണുള്ളൂ. നെക്സ്റ്റ് ഓൺലി 2 persons sit between P and R. T is sit fourth to the right of R. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റും ലെഫ്റ്റും വെച്ച് നമുക്ക് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്.
ടി സെറ്റ്സ് 4 ടു ദി റൈറ്റ് ഓഫ് ആർ. അപ്പോൾ ഇവിടെയാണ് ആറെങ്കിൽ ഇനി 1 2 3 4 ഇവിടെ ആയിരിക്കണം ടി നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ക്ലൂ നോക്കിക്കേ. ഓൺലി 3 പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ ആർ ആൻഡ് ക്യൂ. ആറിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്ക് 3 പേരാണ്. അപ്പോൾ ക്യൂ ആറിൻ്റെ വലതുവശത്ത് വരാൻ പറ്റുമോ? ഇല്ല, ഇടതുവശത്താണ് വരാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ക്യൂ എവിടെയാണ്? ഇവിടെയാണ് ക്യൂ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് only 2 people sit between P and R. ആറിൻ്റെയും പിൻ്റെയും ഇടയിൽ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. നെക്സ്റ്റ്, ഇഫ് നോ അതർ പേഴ്സൺ ഇസ് സിറ്റിംഗ് ഇൻ ദ റോ, വാട്ട് ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ സീറ്റഡ്? പീനെ നമുക്ക് ഇവിടെ വെക്കാം, അപ്പോഴും 2 പേരാണ്. ഇവിടെ വെച്ചാലും 2 പേരാണ്. സോ ടോട്ടലി എത്ര പേരുണ്ടെന്ന് അറിയാം, ഇത് കൗണ്ട് ചെയ്താൽ മതി അല്ലേ. 1 2 3 4 5 6 7 8 9 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ടോട്ടൽ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ 9 വന്നിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ നമ്പർ സിയിലാണ്. അതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ റോ ഫേസിംഗ് ഈസ്റ്റ്, കിരൺ ഇസ് സിറ്റിംഗ് 12th ഫ്രം ദി റൈറ്റ് ആൻഡ് വിനയ് ഇസ് 15th ഫ്രം ദി ലെഫ്റ്റ്. കിരൺ സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വിനയ്. ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ ദ റോ? അപ്പോൾ ഇത് ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു റോയിൽ എല്ലാവരും ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണുമ്പോൾ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെ തോന്നും, പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. റോയിൽ എത്ര പേര് മൊത്തം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ ഇടതോ വലതോ ആരാണെന്നാണോ? അല്ല, ടോട്ടൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി കിരൺ ഇസ് സിറ്റിംഗ് 12th ഫ്രം ദി റൈറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിരൺ ഇരിക്കുക എന്ന് കരുതുക. സോ കിരൺ റൈറ്റിൽ നിന്നും ഏത് സ്ഥാനത്താണെന്ന് പറയുന്നു? 12th ഫ്രം ദി റൈറ്റ്. അപ്പോൾ റൈറ്റിൽ നിന്നും ഈ കിരണിൻ്റെ സ്ഥാനം ഇതാണ് കിരൺ 12th. അതുപോലെ തന്നെ നൗ 12th ഫ്രം ദി റൈറ്റ് ആൻഡ് വിനയ് ഈസ് സിറ്റിംഗ് 15th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ 2 പേരുടെയും വേറെ വേറെ റാങ്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരാളുടെ 2 റാങ്ക് ആണെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ കിരൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് വിനയ് എന്ന് പറയുന്നു. അപ്പോൾ കിരൺ ഇരിക്കുന്നത് ആരുടെ ലെഫ്റ്റിലാണ്? വിനയുടെ ലെഫ്റ്റിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ കിരൺ ആണെങ്കിൽ ഇതാണ് നമ്മുടെ റൈറ്റ്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് അല്ലേ. സോ ഇവിടെ കിരൺ വരികയാണെങ്കിൽ ഇവിടെ വിനയ് വന്നാലല്ലേ ഇവിടെ കിരൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് വിനയ് എന്ന് പറയാൻ പറ്റുള്ളൂ? ആണ് അല്ലേ. സോ ആ വിനയിൻ്റെ സ്ഥാനം 15th ഫ്രം ദി ലെഫ്റ്റ് ആണ്. സോ ലെഫ്റ്റിൽ നിന്നും 15th ആണെങ്കിൽ കിരണിൻ്റെ സ്ഥാനം 14th ആയിരിക്കും ലെഫ്റ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പം കിരണിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ കിരണിൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള റാങ്ക് 14ഉം റൈറ്റിൽ നിന്നുള്ള റാങ്ക് 12ഉമാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? R1 + R2 - 1 നമ്മൾ യൂസ് ചെയ്താൽ മതി. R1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 + 12 - 1 അല്ലേ. അപ്പോൾ നമുക്ക് 26 - 1 ചെയ്താൽ ഇവിടെ 25 കിട്ടും. അപ്പോൾ ഇതിൽ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 25 പേരാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, ടോട്ടൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് R1 + R2 - 1 ആണ്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the combination of letters that when sequentially placed in the blanks of the given series will complete the series. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കുറേ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഒരു കണ്ടിന്യൂസ് ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ QR-UV, J-LM-TU, -X, -Y, IJ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സീരീസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും? അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് KNOR കാണാം, KNOR കാണാം, KNOR കാണാം, KNOR കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? R വരും. നെക്സ്റ്റ് ഇവിടേക്ക് O വരും. അല്ലെങ്കിൽ അവിടെ ഞാൻ വേറെ കളർ യൂസ് ചെയ്യാമേ, ഇനി നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് R വരും. നെക്സ്റ്റ് ഇവിടേക്ക് O വരും. നെക്സ്റ്റ് ഇവിടേക്ക് N വരും. നെക്സ്റ്റ് ഇവിടേക്ക് K വരും അല്ലേ.
ഇനി അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, കെ JKLMNO PQRS ആണ്. അപ്പോൾ ഇവിടെ QRST ആണ് ഇവിടേക്ക് വേണ്ടത് അല്ലേ. സോ ഇവിടേക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കണം, QRS. അത് കഴിഞ്ഞ് T ഇല്ല, പകരം നെക്സ്റ്റ് U-V എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കിക്കേ, ഇവിടെ J, ഇവിടെ തൊട്ടാണ് നോക്കുന്നത് K, നെക്സ്റ്റ് ML ആണ് തന്നിരിക്കുന്നത്. LMന് പകരം M നേരെ ഇങ്ങോട്ട് വന്നു. സോ QRSന് ശേഷം ഇവിടെ Tക്ക് പകരം U ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ S കഴിഞ്ഞ് ഇവിടെ ഏത് വരണം, T വരണം അല്ലേ. ഇനി അടുത്തത് നോക്കാം. നെക്സ്റ്റ് JKLMN, അതിനുശേഷം NO ഇവിടെ PQRSന് പകരം PRQS എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എന്ത് തന്നെ വരണം, QRSTUV എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് JKL വരണം, കെയുടെ സ്ഥാനത്ത് K തന്നെ വരും. നെക്സ്റ്റ് JKLM ഇവിടെ വന്നു, അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള N ഇവിടെ വരണം. സോ നമ്മുടെ സ്റ്റാർട്ടിങ് ഏതൊക്കെ ആയിരിക്കണം നോക്കിക്കേ. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ എസും ടിയും കെയും എന്നും വരണം അല്ലേ. സോ എസും ടിയും കെയും എന്നും വരണം. സോ STKN ഇവിടെയുണ്ട്, STNK ആണ് തെറ്റ്, TS ആണ് തെറ്റ്, ഇതും തെറ്റ്. സോ ഓപ്ഷൻ നമ്പർ A ആണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ A ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പാരിസണിലൂടെയാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു, മൈനസ് മീൻസ് പ്ലസ്, ഇൻറ്റു മീൻസ് ഡിവിഷൻ, ഡിവിഷൻ മീൻസ് മൈനസ്, വാട്ട് വിൽ കം ഇൻ ദി പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഗിവൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്, ആദ്യം 36 തന്നിട്ടുണ്ട് അല്ലേ. സോ 36 അല്ല, നമുക്ക് ആദ്യം സൈനുകളുടെ ഇൻ്റർചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, ഇനി മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ്, ഇനി ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ്. അത്രയാണോ തന്നിട്ടുള്ളൂ. പ്ലസ് എന്ന് വെച്ചാൽ ഇൻറ്റു, മൈനസ് എന്ന് വെച്ചാൽ പ്ലസ്, ഇൻറ്റു എന്ന് വെച്ചാൽ ഡിവിഷൻ, അതുകൊണ്ട് ഇൻറ്റു എന്ന് വെച്ചാൽ ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം 36 ആണ് അല്ലേ. +6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്, ഇൻറ്റു 6 വരും. -8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +8 വരും. ഡിവൈഡഡ് ബൈ 18 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -18 വരും. ഇൻറ്റു 9 എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 9 വരും. അപ്പോൾ ഇനി നമ്മളിത് സോൾവ് ചെയ്യേണ്ടത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, നമ്മുടെ ബോർഡ് മാസ് മെത്തേഡ് യൂസ് ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞാൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 2 കിട്ടും. 36നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്, നമുക്കിവിടെ ആൻസർ 216 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് 222 ആണ് കേട്ടോ. ഇത് 488, 388, 200 കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് +8 അതിനുശേഷം -2 ആണ് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ 216 + 6 ആണ്. 216ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് 222 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം 222, ഓപ്ഷൻ നമ്പർ എയിലാണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും അതുപോലെ തന്നെ വരുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നും വരുന്ന അടുത്ത ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു, ഇവിടെ നമ്മുടെ ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, ഇനി മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, ഇനി പ്ലസ് എന്ന് വെച്ചാൽ മൈനസും, അതുപോലെ തന്നെ ഇൻറ്റു എന്ന് വെച്ചാൽ ഡിവിഷനുമാണ്. അങ്ങനെയെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ മീനിങ് എന്തായിരിക്കും. എക്സ്പ്രഷൻ ആദ്യം 16 + 8, പ്ലസിന് പകരം -8, -49 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 49, ഇൻറ്റു 7 എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 7, ഡിവൈഡഡ് ബൈ 9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +9. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോർഡ് മാസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ അല്ലേ. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യാം. നമുക്കിവിടെ ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും, 7 കിട്ടും. സോ 16 - 8 × 7 56 + 9, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആ 16 9 ആഡ് ചെയ്താൽ 25 -56 കിട്ടണം അല്ലേ. അപ്പോൾ 56 പോയാൽ 31 കിട്ടും. ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആണ് ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ ഈസ് ഈക്വൽ ടു -31. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള -31 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
In a certain code language, drain is coded as 06597, drink is coded as 50369. What will be the code for A in the given language? Easy ചോദ്യമാണ് അല്ലേ. ഇവിടെ DRAIN അതിൻ്റെ കോഡായിട്ട് 06597 തന്നിട്ടുണ്ട്. അടുത്ത വാക്ക് ഡ്രിങ്ക് ആണ്, DRINK ആണ്. അതിൻ്റെ കോഡായിട്ട് ഇവിടേക്ക് 50369 തന്നിട്ടുണ്ട്. നമുക്കിവിടെ എയുടെ കോഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ റിമൈനിങ് കോമൺ ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ DRIN കോമൺ ആണ്, DRIN കോമൺ ആണ്. അപ്പോൾ നമുക്കിവിടെ 0 രണ്ടിടത്തും കോമൺ ആണ്, നെക്സ്റ്റ് 5 രണ്ടിടത്തും കോമൺ ആണ്, 9 കോമൺ ആണ്, 6 കോമൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാക്കി വരുന്നത് ഇവിടെ എയുടെ കൂടെ ബാക്കി വരുന്നത് 7 ആണ്. സോ എയുടെ കോഡ് ഏതായിരിക്കും? 7 ആയിരിക്കും. കെയുടെ കൂടെ ബാക്കി വരുന്നത് 3 ആണ്. സോ കെയുടെ കോഡ് ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. സോ എയുടെ കോഡ് 7 വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ഡിയിലാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. Read the given information and answer the question that follow. In a certain code language, floors are marble is written as sor mab sin, shine is marble is written as cos sin tan, floors are shine is written as sor cos fall. How will as be written in that code language? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് floors are marble, പിന്നെ ഷൈൻ ഇസ് മാർബിൾ, നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഫ്ലോർസ് ആസ് ഷൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയാണ് ഫ്ലോർസ് ആസ് ഷൈൻ എന്ന് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോഡായിട്ട് നമുക്ക് SOR, നെക്സ്റ്റ് COS, FOL എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് വേണ്ട വാക്ക് ആസ് ആണ്. അത് 2 തവണ ഒരിടത്ത് തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു വഴി കൂടെയുള്ളതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോർസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഫ്ലോർസ് തന്നിട്ടുണ്ട്. അതിൽ കോമൺ ആയിട്ട് ഇവിടെ ഒരു സോറുണ്ട്, ഇവിടെ സോറുണ്ട്, എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഷൈൻ ഉണ്ട്, ഇവിടെയും ഒരു ഷൈന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും ഒരു കോസ് തന്നിട്ടുണ്ട്, ഇവിടെയും കോസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് ആസ് ആണ്. അതിൻ്റെ കോഡായിട്ട് അപ്പോൾ വരുന്നത് ഏതായിരിക്കും? FOL എന്ന് പറയുന്ന ഫോൾ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ നമ്പർ സിയിലുള്ള ഫോൾ ആണ്. ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. A bus is going to the west direction, then it turns to the left and to the right. Which direction is the bus going now? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കാം. ഇതാദ്യം വെസ്റ്റിലേക്കാണ് ഈ ഒരു ബസ് പോകുന്നത്. അപ്പോൾ ഇതാദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം അത് ലെഫ്റ്റിലേക്ക് തിരിയുന്നു, അപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിയുന്നു, എന്നിട്ട് വീണ്ടും അത് റൈറ്റിലേക്ക് തിരിയുന്നു. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷെ അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും അതിനെ നമ്മളൊരു ലെഫ്റ്റും ഒരു റൈറ്റും ഒരുമിച്ചെടുത്താൽ അത് രണ്ടും ക്യാൻസലായി പോകും. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇതുപോലെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ കൂടുതലും നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഓരോ ടോപ്പിക്കിനും ഷോർട്ട് കട്ട് വെച്ച് പോകുമ്പം ഒത്തിരി ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിലാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എക്സാമിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ദിസ് ക്വസ്റ്റൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് വേർഡ്സ്. റഗ്, ഓൺ, ഡിപ്പ്, റാൻ. If the last letter of each word is replaced by E, how many new English words will be formed? അപ്പോൾ ഇവിടെ റഗ്, ഓൺ, ഡിപ്പ്, റാൻ എന്ന് പറഞ്ഞ 4 വാക്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന വാക്ക് E ആണ്. അപ്പോൾ RUE എന്നൊരു വാക്ക് കിട്ടും, OWE എന്നൊരു വാക്ക്, DIE എന്നൊരു വാക്ക്, RAE എന്നൊരു വാക്ക്.
അപ്പോൾ നമുക്കിവിടെ എത്ര അങ്ങനത്തെ വാക്കുകൾ കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര അങ്ങനത്തെ വാക്കുകളാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ റൂ എന്ന് പറയുന്നത് നമുക്ക് 4 മീനിങ് ഫുൾ ഇംഗ്ലീഷ് വാക്കുകളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എണ്ണം കിട്ടും? റൂ എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ വേർഡാണ്. OWE മീനിങ് ഫുൾ ആണ്. ഡൈ മീനിങ് ഫുൾ ആണ്. RAE എന്ന് പറയുന്നത് ഇവിടെ ഒരു മീനിങ് ഫുൾ വാക്കല്ല. അപ്പോൾ ഇതെന്തായാലും കിട്ടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള 3 എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണിതെല്ലാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ റൂ എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, അത് സംഭവിച്ചു പോയി, സംഭവിക്കാൻ പാടില്ലായിരുന്നു, മിസ്റ്റേക്ക് പറ്റിപ്പോയി, അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. അതിനാണ് നമ്മൾ റൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, നമ്മുടെ സിലോജിസംസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു നോക്കാം. ഓൾ ആൻസ് ആർ ഗോഡ്സ്, ഓൾ ഗോഡ്സ് ആർ ബോൾസ്. ഈസിയാണ്. എല്ലാ ആൻസും എന്താണെന്ന് പറയുന്നത് ഗോഡ്സ് ആണ്. ഇനി എല്ലാ ഗോഡ്സും ബോൾസ് ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്. കൺക്ലൂഷൻസ് നോക്കിക്കേ. ഒന്നിൽ പറയണു ഓൾ ആൻസ് ആർ ബോൾസ്. അതിവിടെ ശരിയാണോ? ഡെഫിനറ്റ്ലി ശരിയാണ്. ഇനി സം ഗോഡ്സ് ആർ ആൻസ്, ചില ഗോഡ്സ് ഇവിടെ ആൻസും ആണ്. സോ സിലോജിസംസിലൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ 2 കൺക്ലൂഷൻ ഉണ്ട്, രണ്ടും ഇവിടെ ട്രൂ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. A is the brother of B and C. D is the mother of C and E is the father of A. Which of the following cannot be considered true in this case? അപ്പോൾ ഈ കൂട്ടത്തിൽ ട്രൂ ആകാൻ പാടില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് വെച്ച് നമുക്കൊരു ഡയഗ്രാം നോക്കാം. A is the brother of B and C. സോ A ആരുടെയൊക്കെ ബ്രദറാണ്? ബിയുടെയും അതുപോലെ തന്നെ സിയുടെയും ബ്രദറാണ്. D is the mother of C. സോ D ആണ് അമ്മ. E is the father of A. അപ്പോൾ ഇതൊരു മാരിഡ് കപ്പിളാണ് അല്ലേ. ഇനി നമ്മുടെ ചോദ്യം, അപ്പോൾ ഇവിടെ ഇത് 3ഉം ഇവരുടെ മക്കളാണ് കേട്ടോ. ബിയുടെയും സിയുടെയും ജെൻഡർ നമുക്കറിയില്ല. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കൺസിഡേർഡ് ട്രൂ? ഇതാണ് ചോദ്യം. ബി ഈസ് ദി ഡോട്ടർ ഓഫ് ഇ. ബി ഇവിടെ ഇയുടെ മകളാകാൻ പറ്റുമോ? ബി ഈസ് ദി ഡോട്ടർ ആകാം, അല്ലെങ്കിൽ സൺ ആകാം അല്ലേ, ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇനി അടുത്തതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ E and D is husband and wife. അതിവിടെ ട്രൂ ആണ്. A is the son of D ശരിയാണ്. E is the father of C ശരിയാണ്. അപ്പോൾ ഇതിൽ ഡോട്ടറോ സണ്ണോ ആകാം, ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. വിച്ച് കനോട്ട് ബി കൺസിഡേർഡ് ട്രൂ. ഇത് പോസിബിലിറ്റി മാത്രമാണ്, ട്രൂ എന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നമ്മുടെ അടുത്ത ചോദ്യം, റെഫർ ടു ദി ഫോളോയിങ് ലെറ്റർ നമ്പർ സിമ്പിൾ സീരീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സീരീസ് കാണാം. K4D*SG 2HC6# അല്ല @T%#35E7RY. How many numbers are there in the given series, each of which is immediately preceded by a letter and followed by a symbol? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഹൗ മെനി സച്ച് നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് എന്ത് വരണം? നമുക്കൊരു നമ്പർ വരണം. വിച്ച് ഈസ് പ്രിസീഡഡ് ബൈ എ ലെറ്റർ. അപ്പോൾ ഇവിടെ ഏത് വരണം? ലെറ്റർ വരണം. ആൻഡ് ഫോളോഡ് ബൈ എ സിമ്പിൾ. അപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഫോമാറ്റ് എന്താണ്? ലെറ്റർ നമ്പർ സിമ്പിൾ. ഈ ഫോമാറ്റിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ എത്ര എണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട് നോക്കിക്കേ. ഇവിടെ 4 ഉണ്ട്. അതിനെ പ്രിസീഡഡ് ബൈ സിമ്പിളാണ്, ലെറ്റർ അല്ല. അപ്പോൾ ഇത് കിട്ടില്ല. ഇത് ഇതാ കറക്റ്റാണ് അല്ലേ. G2@ ശരിയായിട്ട് വരുന്നുണ്ട്. C6# ഇവിടെ ആൻഡും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ 3 വെച്ചിട്ട് നമുക്ക് കിട്ടില്ല. E7R നമുക്ക് കിട്ടില്ല. അപ്പോൾ എത്ര എണ്ണം നമുക്ക് അവിടെ കിട്ടി? ഓൺലി 2 ഗ്രൂപ്പ്സ് ആണ്. അങ്ങനെയുള്ള ആകെ 2 ഗ്രൂപ്പ്സ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 2 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, 6 friends, Sandhya, Kanika, Jayant, Vinayak, Priyanka and Anshu are sitting around a circular table facing away from the center. Kanika is sitting immediately to the right of Anshu. Only Vinayak is sitting between Anshu and Priyanka. Sandhya is sitting immediately to the left of Priyanka.
ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ടു ദി റൈറ്റ് ഓഫ് കനിക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 6 ഫ്രണ്ട്സ് ഒരു റെക്ടാങ്കുലർ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുന്നു. അതാണ് ചോദ്യം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഫേസിങ് അവേ ഫ്രം ദി സെൻറ്റർ. എല്ലാവരും ഈ സെൻറ്ററിന് വിപരീതമായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി ഇത് വായിച്ചു നോക്കാം. ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു കനിക ഈസ് സിറ്റിംഗ് ടു ദി റൈറ്റ് ഓഫ് അൻഷു. അപ്പോൾ നമുക്ക് ഇവിടെ അൻഷുവിനെ തൽക്കാലം ഇവിടെ വെക്കുകയാണെങ്കിൽ അൻഷുവിൻ്റെ വലതുഭാഗത്താണ് കനിക ഇരിക്കുന്നത്. അപ്പോൾ അൻഷു സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന കാരണം അൻഷുവിൻ്റെ വലത് നമ്മുടെ ഇടതായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ മാറിപ്പോയി, ഇമ്മീഡിയറ്റ് ടു ദി റൈറ്റ് ഓഫ് അൻഷു എന്നാണ് തന്നിരിക്കുന്നത്. സോ ദേ ആർ ഓൾ ഫേസിങ് അവേ ഫ്രം ദി സെൻറ്റർ. അതെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കനികേനെ വരയ്ക്കേണ്ടത്. ഓക്കെ, അൻഷു ഇവിടെയാണെന്നുണ്ടെങ്കിൽ കനിക ഏത് സൈഡിലായിരിക്കണം? ഇമ്മീഡിയറ്റ് ടു ദി റൈറ്റ് എന്ന് വെച്ചാൽ കനികേനെ നമുക്ക് ഇവിടെയാണ് വരയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ്, ഓൺലി വിനായക് സിറ്റിംഗ് ബിറ്റ്വീൻ അൻഷു ആൻഡ് പ്രിയങ്ക. അപ്പോൾ ഇവിടെ ആര് വരണം? ഇവിടെ നമ്മുടെ വിനായക് വരണം. ഇനി ഈ സൈഡിൽ നമുക്ക് പ്രിയങ്കേനെ വരയ്ക്കണം. അപ്പോൾ ഇതും നമുക്ക് കിട്ടി. സന്ധ്യ ഇസ് ടു ദി ലെഫ്റ്റ് ഓഫ് പ്രിയങ്ക. പ്രിയങ്കയുടെ ഇടതുവശത്ത് ഇരിക്കുന്ന ആൾ ആരാണ്? സന്ധ്യയാണ്. അപ്പോൾ ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത ആൾ ജയന്ത് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ജയന്തിനെ ഇവിടെയും വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡയഗ്രാം. ഇനി നമ്മുടെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ടു ദി റൈറ്റ് ഓഫ് കനിക? ഇതാണ് നമ്മുടെ കനിക. കനികയുടെ വലതുവശത്തിരിക്കുന്ന ആൾ ആരാണ്? ഇവിടെ ജയന്ത് ആണ് അല്ലേ? സോ ജയന്ത് തന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ എയിലാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരും. ഓക്കെ, ജസ്റ്റ് ഒരു ഡയഗ്രാം നമ്മൾ ചെയ്തു, എന്നിട്ട് നമുക്കതിൻ്റെ ആൻസർ കിട്ടി. ഈസി ആയിട്ട് നമ്മളിതിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. 6 സ്റ്റുഡൻസ് കമൽ, രജത്, വിനയ്, നവ്യ, ലളിത് ആൻഡ് ദിവ്യ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് ഈച്ച് അതർ. അപ്പോൾ ഇത്തവണ ഇവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തുകൊണ്ട്. സോ എല്ലാവരും ടുവേർഡ്സ് ദി സെൻറ്റർ, ഉള്ളിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. രജത് ആൻഡ് ദിവ്യ സിറ്റിംഗ് ടുഗെദർ. രജത് ഇസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ടു ദി ലെഫ്റ്റ് ഓഫ് കമൽ. ഹൂ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദി വിനയ്, ലെഫ്റ്റ് ഓഫ് വിനയ്. ലളിത് ഇസ് നോട്ട് ദി നെയ്ബർ ഓഫ് ദിവ്യ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കുറേ ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ഹോം വർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കമൻസിൽ നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇതൊരു ഹോം വർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമൻസിലെടുത്ത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ വന്നാൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ നമ്മൾ എഴുതി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ സ്ഥിരം വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന മറ്റുള്ളവരിലേക്കും ഇത്തരം വീഡിയോസ് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.